ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ്. താൻ ചെയ്ത എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന് ഒരു വേഷം മാറ്റിവെക്കാറുണ്ടെന്നും ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അങ്ങനെ ഇല്ലാതായിട്ടുള്ളൂവെന്നും ലാൽ ജോസ് കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപിയെ നായകനാക്കി താൻ ചെയ്ത രണ്ടാം ഭാവം എന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഒരു വേഷം നൽകിയെന്നും മികച്ച രീതിയിൽ ആ വേഷം ചെയ്തുവെന്നും ലാൽ ജോസ് പറഞ്ഞു. രണ്ടാം ഭാവം എന്ന സിനിമയെക്കുറിച്ച് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തന്നോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ലാൽ ജോസ്. ലാൽ ജോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ കമൽ സാറിന്റെയും സത്യൻ ചേട്ടന്റെയും അസോസിയേറ്റായി നിൽക്കുന്ന കാലം മുതൽക്കേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. എന്റെ എല്ലാ പടത്തിലും അദ്ദേഹത്തിന് ഒരു വേഷം ഞാൻ മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ രണ്ടാം ഭാവം എന്ന സിനിമയിലും അദ്ദേഹത്തിന് ഞാനൊരു വേഷം നൽകി. ഒരു വക്കീലിന്റെ വേഷമായിരുന്നു അദ്ദേഹം ചെയ്തത്. ആ പടത്തിന്റെ കഥ കേട്ട ശേഷം അദ്ദേഹം എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ കഥ നിനക്കാരാ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. നീ എന്തിനാ ഇങ്ങനെ വെടിയും പുകയുമുള്ള സിനിമകൾ ചെയ്യുന്നത്? നിനക്ക് കമലിനെയും സത്യനെയും പോലെ നാട്ടിൻപുറത്തെ കഥയെ ചേരുള്ളൂ. ഈ സിനിമ എന്തായാലും പൊട്ടും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഷൂട്ടിങ്ങിനും 2 ദിവസം മുൻപ് അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഞാൻ കേട്ടപ്പോൾ വല്ലാത്ത അവസ്ഥയിലായി പോയി ഞാൻ. അന്ന് രാത്രി അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. രാവിലെ അങ്ങനെ പറഞ്ഞു പോയി, നീ അത് വിട്ടുകളാ എന്ന് പറഞ്ഞു. സോറി പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈ പടം എന്തായാലും പൊട്ടും, അതുകൊണ്ടൊന്നും നീ ഫീൽഡ് ഔട്ടാകാൻ പോകുന്നില്ല, അടുത്ത പടം വലിയ ഹിറ്റാകും എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. രണ്ടാം ഭാവം പരാജയപ്പെടുകയും അത് കഴിഞ്ഞ് ചെയ്ത മീശമാധവൻ എന്ന സിനിമ വലിയ ഹിറ്റാകുകയും ചെയ്തു. ലാൽ ജോസ് പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.